ശ്രീ ജോസഫ് സി മാത്യു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഈ കുടത്തിൽ വാമൂടി കെട്ടിവെച്ചിരുന്ന ഒരു വിവാദമായിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ അനവധി പുറത്തു വന്നിട്ടുണ്ട്. ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഏറെ വാർത്തകളും വിവാദങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ തന്നെ പുറത്തു വന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാലം, അദ്ദേഹം പറയുന്ന തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും കൈക്കോടാലിയായി മാറുന്നു എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? അപ്പോൾ പാർട്ടി കോട്ടകളിൽ പോസ്റ്റർ വെക്കാമെന്നതിനപ്പുറത്തേക്ക് കണക്ക് കൃത്യമായി മുന്നോട്ട് വെക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ടി ഐ മസൂദിനടക്കം നേരത്തെ നേരിടേണ്ടി വന്ന നടപടികളെ വിശദീകരിക്കാൻ സാധിക്കുമോ? ഇതൊന്നും കഴിയില്ല. കാരണം നമ്മൾ സാധാരണ കാണുന്നത് പോലെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണത്താൽ പുറത്താക്കപ്പെടുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇദ്ദേഹം ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരു പാർട്ടി സഖാവ്. അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം പുലർത്തുന്ന ഒരു മിതത്വം, അദ്ദേഹത്തിൻ്റെ ഒരു ശ്വാസമുട്ടൽ, അതായത് പറയാതിനി വയ്യ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ വിമ്മിഷ്ടപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് നമുക്കത് കാണാൻ കഴിയുക. ഇനി സ്വയം വഞ്ചിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് സംസാരിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു പാർട്ടി സഖാവ് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അതേസമയം എന്തെങ്കിലും വന്നാൽ കുഴപ്പമില്ല, വരുന്നത് വന്നോട്ടെ എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായി പുറത്തു വന്ന് പാർട്ടി അണികളോട് സംസാരിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടി സഖാവ് സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തെ കാണുന്നത്. എൻ്റെ വിചാരം പൊതുജനങ്ങളും അങ്ങനെയാണ് കാണുന്നതെന്നാണ്. പാർട്ടിയെ സംരക്ഷിക്കലാണോ അതോ ഒരു നേതാവിനെ സംരക്ഷിക്കലാണോ തൻ്റെ കർത്തവ്യം എന്നുള്ളത്, പാർട്ടിയെ സംരക്ഷിക്കലാണ് തൻ്റെ കർത്തവ്യം എന്ന് തിരിച്ചറിയുകയും അതിന് അണികൾ നേതാക്കന്മാരെയും പാർട്ടിയെയും തിരുത്തുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ പുറത്തു വന്ന് സംസാരിക്കുന്നതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അത് അദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പൊതിഞ്ഞ് പറയുന്നതിലും എല്ലാം അത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം അത് അവിടുത്തെ അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന വിഷയങ്ങളിലേക്ക്, പയ്യന്നൂരിലെ വിഷയങ്ങളിലേക്ക് പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു ജില്ലാ കമ്മിറ്റി അംഗം, അതും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം, ഈ നേതാക്കന്മാരെ എല്ലാം അടുത്തറിയാവുന്ന അദ്ദേഹത്തിന് പറയാനാണെങ്കിൽ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം അതൊന്നും പറയാതെ നേരിട്ട് അദ്ദേഹത്തിന് ബോധ്യമുള്ള ഒരു തരത്തിലും അത് ഖണ്ഡിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പുറത്ത് പറയുന്നത്. ഖണ്ഡിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും ഇ പി ജയരാജൻ, കെ കെ രാഗേഷ് തുടങ്ങിയവരെല്ലാവരും പുറത്തു വന്നിട്ട് ഇത് പാർട്ടി അന്വേഷിച്ചതാണ്, പാർട്ടി കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ചതാണ്, അന്വേഷണ റിപ്പോർട്ട് ഇദ്ദേഹം കുഞ്ഞികൃഷ്ണൻ തന്നെ അംഗീകരിച്ചതാണ്, തനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് സമ്മേളനത്തിൽ പറഞ്ഞതാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടല്ലോ. അതാണ് ഈ കളവിൻ്റെ അങ്ങേയറ്റം. ഈ കമ്മീഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് കമ്മീഷൻ വെക്കുന്നതെന്ന്. അത് അദ്ദേഹം മാത്രം പറയുന്നതല്ല. നിങ്ങൾ VS പറഞ്ഞിട്ട് വെച്ച കമ്മീഷനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. TP ചന്ദ്രശേഖരൻ്റെ വധത്തെ സംബന്ധിച്ച് പാർട്ടി കമ്മീഷനുണ്ട്. VS പറഞ്ഞത് എന്താണ്? പരാതിക്കാരനായ എന്നെ കാണുകയോ എൻ്റെ മൊഴി എടുക്കുകയോ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കമ്മീഷൻ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അന്നേരം അത് ആറാൻ വേണ്ടി വെക്കുന്ന ഒരു കമ്മീഷൻ. അപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ തെറ്റ് ചെയ്തവരെ വെളുപ്പിച്ചെടുക്കാനും ഇത് പരാതിക്കാരനെ ശാസിക്കാനും ശിക്ഷിക്കാനും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്മീഷൻ പ്രഹസനം എന്നുള്ളത് എത്രയോ നാളായി നടക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇവരിപ്പോൾ പറയുന്നതിലെ വഞ്ചന എന്ന് പറയുന്നത്, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ, ധൻരാജ് എന്നുള്ള രക്തസാക്ഷിയുടെ ഫണ്ടിൻ്റെ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഫണ്ടിൻ്റെ, ഈ 3 ഫണ്ടിൻ്റെ തിരിമറി സംബന്ധിച്ച് അദ്ദേഹം ഓഡിറ്ററായിട്ടിരുന്ന, അദ്ദേഹം പരാതിക്കാരനായിരുന്നില്ല, അദ്ദേഹം ഓഡിറ്ററായിട്ടിരുന്ന, പാർട്ടി സെൻറ്റർ ചുമതലപ്പെടുത്തി ഓഡിറ്ററായിട്ടിരുന്ന് ഓഡിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യവും, ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന കാര്യങ്ങളും അക്കമിട്ട് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞതാണ്. അത് നേരത്തെ അന്വേഷിച്ചതാണ്. ഇപ്പോൾ പറയുന്ന ഈ കമ്മീഷൻ വെച്ചു എന്ന് പറയുന്ന കമ്മീഷൻ, അത് പാനോളി വത്സൻ, പ്രകാശൻ മാസ്റ്റർ, P ഹരീന്ദ്രൻ, ഇവരെ 3 പേരെ നിയമിച്ച കമ്മീഷൻ എന്ന് പറയുന്നത് അദ്ദേഹം 12/9/2024 ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ച പുതിയ ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിന് നേരത്തെ പറഞ്ഞ ഫണ്ട് വെട്ടിപ്പുമായിട്ടും രക്തസാക്ഷിയുടെ ഫണ്ട് വെട്ടിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
ഇതാണ് ഈ കളവിന്റെ ആഴം. നിങ്ങൾ നോക്കട്ടെ, അതാണ്. അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ച EP ജയരാജൻ ജാവേദ്കറെ കണ്ടതും അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യവും, പയ്യന്നൂരിലെ ഒരു പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനം അവിടുത്തെ വസ്തു വാങ്ങിയത്, അതായത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഒരു വസ്തു, നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു വസ്തു 20 കോടി രൂപയ്ക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപമാണ്. ആ ആക്ഷേപം അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തോട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം തനിക്ക് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അംഗീകരിച്ചു. അത് എങ്ങനെയാണ് EP ജയരാജൻ ജാവേദ്കറെ കണ്ടതിനെ കുറിച്ച് എന്ത് തെളിവാണ് ഇദ്ദേഹം ഇനി ഹാജരാക്കേണ്ടത്? ഇദ്ദേഹത്തിന് എങ്ങനെയാണ് തെളിവ് ഹാജരാക്കാൻ കഴിയുക? ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഇങ്ങനെ ചെയ്ത രാഷ്ട്രീയമായിട്ടുള്ള അഴിമതിയെക്കുറിച്ച്, തെറ്റിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഘടകത്തിലല്ലാതെ എവിടെയാണ് ഉന്നയിക്കുക? അപ്പൊ അത് വേറെ വിഷയം. അത് പോട്ടെ, അത് പാർട്ടിയുടെ നടപടിക്രമങ്ങൾ, അത് നടന്ന കാര്യങ്ങൾ അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. പക്ഷെ ഇതിനെ എടുത്തിട്ട് നേരത്തെയുള്ള ധൻരാജിന്റെ ഫണ്ട് വെട്ടിപ്പിനെ സംബന്ധിച്ചും, ഏരിയ കമ്മിറ്റി ഓഫീസായിട്ടുള്ള AKG ഭവന്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ ഫണ്ട് വെട്ടിപ്പിനെ സംബന്ധിച്ചും, തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾക്ക് മറയായിട്ട് ഇത് രണ്ടും ഒന്നാണെന്നുള്ള രീതിയിൽ അതിപ്പോൾ ചെയ്യുന്നതല്ല. അദ്ദേഹം ഈ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിൽ, ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ ശാസിച്ചതിന് ശേഷം, ഏതാണ് EP ജയരാജൻ്റെ വിഷയത്തിലും മറ്റേ സഹകരണ സ്ഥാപനത്തിൻ്റെ വിഷയത്തിലും പറഞ്ഞത് തെറ്റായി എന്ന് പറഞ്ഞ് കമ്മീഷൻ ശാസിച്ചതിന് ശേഷം അത് വീട്ടിൽ വരുന്നതിന് മുമ്പേ ഈ കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ചാനലിൽ വരുന്ന വാർത്തയിൽ എന്താ പറയുന്നത്? ഫണ്ട് തിരിമറി, നേരത്തെ ഉന്നയിച്ച ഫണ്ട് തിരിമറിയിൽ അദ്ദേഹത്തെ ശാസിച്ചു എന്നാണ്. എന്തിനാണ്? ഫണ്ട് തിരിമറി നടത്തിയവർക്ക് സ്വയം വെളുപ്പിക്കാനുള്ള ഒരു അവസരമായി അവരിത് കാണുന്നത് കൊണ്ടാണ് അവർ ഈ വ്യാജ വാർത്ത അപ്പോൾ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഗുരുതര സ്വഭാവം എല്ലാ രീതിയിലും അനാവരണം ചെയ്യപ്പെടുകയാണ് ഇപ്പൊ ചെയ്യുന്നത്.